ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുംഭം 1-ാം തീയതി ആയിട്ട് നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളിച്ച് കൃഷ്ണന് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാത്രമല്ല, ഈ മാസം മുഴുവനും എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു മാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നപ്പോൾ നമ്മൾ വെളുപ്പിന് തന്നെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരം വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇലകൾ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഇലകളാണ്. ഇനി നമുക്ക് കോഴിമക്കൾക്ക് തീറ്റയൊക്കെ കൊടുക്കണം. അപ്പോൾ വെളുപ്പിന് നല്ല മഞ്ഞുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുളസിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടിട്ടുള്ള ചായയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമായിരിക്കും. അങ്ങനെ നമ്മളിതാ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ 1-ാം തീയതി ആയിട്ട് നമുക്കൊരു കണി വെള്ളരി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതാണ്, ഇനി ഇത് വലുതാകുമെന്നൊന്നും അറിയില്ല. ഇപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് തന്നെ കേട്ടോ. അപ്പോൾ പുറത്തേക്കൊന്നും ഇത് ഇറങ്ങിയിട്ടില്ല, ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വിരിഞ്ഞതോ വലുതായതോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ, ഇപ്പോഴാണ് അത് കാണുന്നത്. അതുപോലെ തന്നെ ചെറിയ 2 വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രോ ബാഗുകളിൽ വളരെ മണ്ണ് കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി മണ്ണ് കൊണ്ടുവന്ന് ഇടണമായിരിക്കും, എന്നാലായിരിക്കും ഇതൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി മണ്ണും വളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കായ്കൾക്കൊക്കെ ഇത്തിരി വലിപ്പം ഉണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് നമ്മൾ വച്ചിരിക്കുന്ന പച്ചക്കറി തൈകളും ഒക്കെ കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. ഇനി കോഴിമക്കൾക്കുള്ള തവിടൊക്കെ നനയ്ക്കുകയാണ്. നല്ല ചൂട് വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ നനയ്ക്കുന്നത്. ഇതിൽ കുറച്ച് ചോറും കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടെ ചോറ് അങ്ങനെ കോഴിമക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേശമൊക്കെ ആണെങ്കിൽ അവർ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നും. അല്ലാതെ അത് സെപ്പറേറ്റ് വെച്ച് കൊടുത്താലൊന്നും അവർക്ക് തൈര് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ അത് കാക്കയൊക്കെ വന്നിട്ടായിരിക്കും കഴിക്കുക. അപ്പോൾ അവരിങ്ങനെ ഈ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ നിക്കൂനെയാണെങ്കിൽ നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കി നിർത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിക്കു ഇവിടെയൊക്കെ ഇങ്ങനെ കൊത്തിപ്പറക്കിയൊക്കെ ഒന്ന് നടന്ന് വീടൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തൊക്കെ വന്നിട്ടാണ് പിന്നെ കഴിക്കുക. ഇനിയുണ്ടല്ലോ, നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ കല്ലിൽ ഇങ്ങനെ വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തി കുത്തി പൊടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ശർക്കര എന്തിനാണ് പൊടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് ഇലയടയാണ് കേട്ടോ. അപ്പോൾ ആ ഇലയടയുടെ ഉള്ളിൽ വെക്കാനായിട്ട് ശർക്കരയും തേങ്ങയൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ ശർക്കര ഇതിൽ വെച്ചും കഴിഞ്ഞ് കുത്തിയാണ് ഞാൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇലയട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കും. അല്ലെങ്കിൽ ചില ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം തന്നെ കുറച്ച് ദോശ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ 2 തരത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇലയടയൊക്കെ ഉണ്ടാക്കുന്ന അന്ന് വേറെ ഒന്നും വേണ്ട, അത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ശർക്കര പൊടിക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഏലക്കായും ചുക്കും കൂടി ഞാനിട്ടും കഴിഞ്ഞിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും. അങ്ങനെയാണെങ്കിലാണ് ഈ അടയൊക്കെ നമ്മൾ ആ ഇലയൊക്കെ അങ്ങോട്ട് മാറ്റുമ്പോൾ ആ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ വരെ ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ ആവശ്യമായിട്ടുള്ള നാളികേരവും ചെരുകിയും കഴിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മുറി ഇരിക്കുന്നത് കണ്ടില്ലേ, മക്കൾ ചെരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. അവിടെ നിന്നൊക്കെയാണ് അവർ ചെരുക. അപ്പോൾ അതുകൊണ്ട് സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതങ്ങനെ വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ആ സൈഡുകളൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് ചെരുകി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ അവർക്ക് അത്ര ക്ലിയറായിട്ട് നാളികേരം ചെരുകി അങ്ങോട്ട് അറിയില്ല. എന്നാലോ എന്നും വരികയും ചെയ്യും, ഞാൻ ചെരുകി തരാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇരട്ടിപ്പണിയാണെങ്കിലും അവർ ചെയ്ത് അത് ശരിയായിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നും ചെരുകാനായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേൽക്കണം. അപ്പോൾ വെളിച്ചാവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കണം, പിറ്റേ ദിവസം എന്താണ് വെക്കുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ വെക്കുന്നത് ഒരു പഴമാണ് കേട്ടോ. ഈ പഴം കൂടി നമുക്ക് ഇന്ന് ഇതിനുള്ളിൽ ഫില്ലിങ്ങിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ
ഇന്നലെ വത്സല കിച്ചൻ ഇങ്ങനെ പഴം വെച്ചിട്ടുള്ള അട ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ ആഗ്രഹം തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയാണ് കേട്ടോ ഞാനിതൊക്കെ ഒന്ന് കണ്ടു നോക്കിയത് വീഡിയോ. അപ്പം തന്നെ പിന്നെ അതൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ അട ചുട്ടെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാനിത് പുഴുങ്ങിയാണ് കേട്ടോ എടുക്കുന്നത്. കാരണം മറ്റു ഒരുപാട് ജോലികളുണ്ട്, അതുപോലെ തന്നെ ഇന്ന് ജോലിയുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കുറച്ച് ടൈമൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ ശനിയോ ഞായറൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് സമയം കണ്ടെത്താം. പുഴുങ്ങാവുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. ആ വെള്ളം ഇഡലിച്ചെമ്പിൽ ഇപ്പോഴേ വെച്ച് അങ്ങോട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് കുഴയ്ക്കാനും പരത്താനും ഒക്കെ നിന്നാൽ മതിയല്ലോ. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുകയും ചെയ്യും. ഇത് പരത്തിയൊക്കെ കഴിയുന്നതോടൊപ്പം തന്നെ നമുക്ക് വേഗം അതങ്ങോട്ട് വെക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ നമ്മളങ്ങനെ നോക്കിയൊന്നും നിൽക്കണ്ടല്ലോ. ഇഡലിച്ചെമ്പിൽ അങ്ങോട്ട് നമ്മളത് അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ജോലികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഈ സമയത്ത് പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഈസി ആണല്ലോ എന്ന് വിചാരിച്ചും കൂടിയാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അട എന്ന് പറയുന്നത് ചുട്ടെടുക്കുന്ന അട തന്നെയാണ്. ഈ അടയാണെങ്കിൽ ഇത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് കുഴയ്ക്കുന്നത്. അത് അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അരിപ്പൊടി അതുപോലെ റാഗിപ്പൊടി അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടയൊക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ഏത് പൊടിക്കായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാനാണെങ്കിൽ തലേ ദിവസം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റൈസ് കുക്കറിൽ നമ്മൾ അരിയും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുക്കറിൽ കടലയും വേവിക്കാനായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെയാവും. അപ്പോൾ അരി തിളയ്ക്കുമ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് അതങ്ങോട്ട് എടുത്തു വെച്ചു. അതുപോലെ തന്നെ ഈ കടലയാണെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി എന്നുള്ള പോലെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധിക സമയമൊന്നും ഇങ്ങനെ കിച്ചണിൽ നിൽക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ചോറും കറിയും അതുപോലെ തന്നെ ചായയും പലഹാരമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കി പലഹാരം കഴിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്തു, അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ മിക്ക സമയവും നമുക്ക് കിച്ചണിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള ടൈം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ കിച്ചണിലൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാചക പരിപാടി അല്ലാതെ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്താനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരെണ്ണം കഴിയുമ്പോൾ മറ്റൊന്ന് എന്നുള്ള പോലെ നമ്മളിങ്ങനെ എല്ലാം പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതാ തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഒക്കെ കൂടി ചേർന്നത് നല്ല പോലെ ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് ഇനി അതിലിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ അടയുടെ ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ ഒരു സ്മെല്ലാണ്. കാരണം ഏലക്കാപ്പൊടിയുടെയും ആ ചുക്കുപൊടിയുടെയൊക്കെ ആ സ്മെല്ലടിക്കുമ്പോൾ പായസത്തിനെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അട പരത്തിയെടുക്കാനും അതുപോലെ ഫില്ല് ചെയ്യാനൊക്കെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചതിരിഞ്ഞൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. പക്ഷെ രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ട കാരണം തന്നെ ഞാനാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. വേഗത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വീട് ക്ലീൻ ചെയ്യാനും കൂടിയിട്ട് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ കിച്ചണിലെ ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിക്കണം. അതിന് ശേഷം നമുക്ക് വീടും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ അലക്കണം, അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സ്പീഡിൽ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതാ ഈ പഴം അങ്ങോട്ട് തൊലി പൊളിച്ച് അപ്പോൾ കറക്റ്റായിട്ട് നല്ല പോലെ അങ്ങോട്ട് പഴുത്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ആവിയിൽ ഇതെന്തായാലും വേവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം പഴുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി കത്തിയെടുത്ത് വളരെ നൈസായിട്ട് വേണം കേട്ടോ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം ഇതിലിങ്ങനെ എന്താ പറയുക, വലിയ കഷ്ണമാണെങ്കിൽ അത് തടയുന്ന പോലെ നമുക്ക് തോന്നും. ഇത് നൈസായിട്ട് അരിഞ്ഞും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അട തിന്നുമ്പോൾ എന്താ പറയുക, ഒരു പഴംപൊരിയിലെ ഒരു ടേസ്റ്റോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിടാണ്. അപ്പോൾ അതിന് ഇന്ന പഴം വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നേന്ത്രപ്പഴമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേന്ത്രപ്പഴം ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. മറ്റെന്ത് പഴമാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ സാധാരണ അട ഉണ്ടാക്കാറുണ്ടല്ലോ, പഴം കൂടി വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.
അങ്ങനെ പാചക ജോലികൾ ചെയ്യണം വീട്ടമ്മമാരായിട്ടുണ്ടെങ്കിൽ, ക്ലീനിങ് ജോലികൾ ചെയ്യണം, അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടണം. അങ്ങനെ എന്തെല്ലാം ജോലികളാണല്ലേ നമ്മളൊരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഈ ജോലികളൊക്കെ കുറേ സമയമെടുത്ത് പോലെ ചെയ്യുന്ന ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് ജോലി തന്നെയായിരിക്കും. അപ്പോൾ നമ്മളാണ് കണ്ടെത്തേണ്ടത് കേട്ടോ ഇതിനൊക്കെ ഉള്ള സമയം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുക, രാവിലെ ഇത്ര മണിക്കുള്ളിൽ പാചകം കഴിക്കും, അല്ലെങ്കിൽ ഇത്ര മണിക്കുള്ളിൽ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികൾ കഴിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ദിവസത്തിൽ കുറച്ച് സമയം ഫ്രീ ടൈമൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഫ്രീ ടൈം കണ്ടെത്തിയെങ്കിൽ മാത്രമാണ് പിന്നെ നമുക്ക് ബാക്കി എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ അടയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇഡലി ചെമ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇഡലി ചെമ്പിൽ എന്ന് പറഞ്ഞാൽ നല്ല പോലെ സ്റ്റീം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അരമണിക്കൂറെങ്കിലും നല്ല പോലെ വേവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇലയിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ, അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതോടൊപ്പം തന്നെ കടലയൊക്കെ വെന്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കാച്ചിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പോൾ അതും കാച്ചിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുമായി, അതുപോലെ തന്നെ ഇതങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇലയടയും ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കടലക്കറിയിലേക്കുള്ള മസാലയൊക്കെയാണ് ഈ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കടലക്കറി അതിലേക്ക് ചുരിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇത്തിരി ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരപ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറി ഉഗ്രനായിട്ട് ഇരിക്കും കേട്ടോ. നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹവും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.